പരുവരുത്ത ജീവിതാനുഭവങ്ങളിലൂടെയുള്ള യാത്ര ചെന്നെത്തുന്ന തുരുത്ത് വാർദ്ധക്യമാണ്. വാർദ്ധക്യം സഹതാപമർഹിക്കുന്ന ഗതികെട്ട കാലമല്ല, കരുതലും സ്നേഹവും പുലർത്തേണ്ട വസന്തകാലമാണിത്. കരബലവും മനബലവും ഉണ്ടായിരുന്ന കാലത്ത് മുണ്ട് മുറുക്കിയുടുത്ത് കുടുംബത്തിനും വരും തലമുറയ്ക്കും വേണ്ടി പരിധികളില്ലാതെ അധ്വാനിച്ചവരാണ് പഴമക്കാർ. അവർ കൊണ്ട വെയിലാണ് നാം അനുഭവിക്കുന്ന തണലെന്നത് വെറും കാവ്യാത്മകമായ വർണ്ണന മാത്രമല്ല. ചുട്ടുപൊള്ളുന്ന സഹനങ്ങളുടെ നെരിപ്പോടിൽ എരിഞ്ഞമർന്ന ജീവിതങ്ങളാണ് ഈ കാലത്തെ പ്രകാശപൂരിതമാക്കുന്നത്. പക്ഷെ കാലം സ്വാഭാവികമായി മുന്നോട്ട് കുതിച്ചപ്പോൾ അവരുടെ കരബലവും മനബലവും ചോർന്നു തുടങ്ങി. നമ്മെ ബലപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവർ കാലയവനികയിൽ ബലഹീനരായി. നരച്ച കാലത്തെ വസന്തകാലമാക്കി മാറ്റേണ്ടത് പുതുതലമുറയുടെ കടമയാണ്. കരുത്തും കാവലും കൂട്ടും പകർന്ന് പ്രിയ ജീവിതങ്ങളെ നാം ബലപ്പെടുത്തണം. അവർ ദുർബലരല്ല, അവർ തനിച്ചല്ല, അവർ വിലയില്ലാത്തവരല്ല. ഈ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് പറഞ്ഞു പഠിപ്പിച്ചല്ല, നമ്മളുടെ ഹൃദയം തൊട്ട ജീവിതം കൊണ്ട് അവർ വായിച്ചു പഠിക്കേണ്ടതാണ്. മക്കളുടെയും പേരക്കുട്ടികളുടെയും സാമീപ്യവും സ്നേഹവും ആഗ്രഹിക്കാത്ത ഏത് മുത്തശ്ശനും മുത്തശ്ശിയുമാണുള്ളത്? നിരാശയുടെ കരിന്തിരി പുകഞ്ഞു തുടങ്ങിയ ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ വെള്ളി വെളിച്ചം പകരുന്ന നല്ല ദിനമാണ് മുത്തശ്ശിയും മുത്തശ്ശന്മാരെയും പ്രായമായവരെയും അനുസ്മരിക്കുന്ന ഈ ദിനം. വയോജനങ്ങളുടെ ഹൃദയ തുടിപ്പുകളെ നന്നായി മനസ്സിലാക്കിയ ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോയുടെ മുത്തശ്ശിയും മുത്തശ്ശന്മാരായ വിശുദ്ധ യോവാക്കിമിന്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ ദിനം മുതിർന്നവരെ അനുസ്മരിക്കാനുള്ള ദിനമായി മാറ്റിവെച്ചു. സ്നേഹം തുളുമ്പുന്ന ഈ പുണ്യദിനത്തിൽ നമ്മുടെ വല്യപ്പന്മാരെയും വല്യമ്മമാരെയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാം. കരുതലിന്റെ ദീപ്തമായ സുവിശേഷമായി അവരുടെ മുമ്പിൽ ജീവിക്കാം. നമുക്കവരെ സന്ദർശിക്കുകയും വാത്സല്യത്തിന്റെ സൂചകമായി ചെറു സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യാം. പ്രത്യാശയുടെ പ്രഘോഷണവും പ്രതീക്ഷയുടെ വെച്ചുവിളമ്പലും കരുതലിന്റെ സുവിശേഷ സാക്ഷ്യവും സ്നേഹത്തിന്റെ സംസ്കാരവും കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ പ്രകാശപൂരിതമാകട്ടെ.